മെറ്റ അടുത്തിടെ പരീക്ഷിച്ച് വിജയിപ്പിച്ച ഗസ്റ്റർ ബാൻഡ് അല്ലെങ്കിൽ ന്യൂറൽ ഇന്റർഫേസ് റിസ്റ്റ് ബാൻഡ് ഉപയോക്താക്കൾക്ക് കമ്പ്യൂട്ടറുകളുമായും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളുമായും പുതിയ രീതിയിൽ സംവദിക്കാൻ സഹായിക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണ്. ഈ റിസ്റ്റ് ബാൻഡ് സർഫസ് ഇലക്ട്രോമയോഗ്രഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. കൈത്തണ്ടയിലെ പേശികളിലുണ്ടാകുന്ന വളരെ ചെറിയ ചലനങ്ങളിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ ഇത് തിരിച്ചറിയുന്നു. ഈ സിഗ്നലുകൾ വിശകലനം ചെയ്ത് കമ്പ്യൂട്ടർ കമാൻഡുകളാക്കി മാറ്റുന്നതിലൂടെ കീബോർഡോ മൗസോ ടച്ച് സ്ക്രീനോ ഇല്ലാതെ തന്നെ ഡിജിറ്റൽ ലോകവുമായി സംവദിക്കാൻ ഉപയോക്താവിനെ ഇത് സഹായിക്കുന്നു. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. നമ്മുടെ കൈത്തണ്ടയിലെയും കൈകളിലെയും പേശികൾ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മമായ വൈദ്യുത സിഗ്നലുകൾ ഈ ബാൻഡ് പിടിച്ചെടുക്കുന്നു. ഉദാഹരണത്തിന് വിരലുകൾ തമ്മിൽ തട്ടുന്നതോ ഇടുന്നതോ ആയ ചെറിയ ചലനങ്ങൾ പോലും ഇതിന് മനസ്സിലാക്കാൻ കഴിയും. പരമ്പരാഗത ഇൻപുട്ട് രീതികളായ കീബോർഡ്, മൗസ് എന്നിവയുടെ ആവശ്യം ഇത് ഇല്ലാതാക്കുന്നു. വളരെ സ്വാഭാവികമായ കൈചലനങ്ങൾ അല്ലെങ്കിൽ പേശികളുടെ ഉദ്ദേശങ്ങൾ പോലും ഉപകരണത്തെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. മെറ്റയുടെ ഓറിയോൺ പോലുള്ള AR ഗ്ലാസുകളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ഈ റിസ്റ്റ് ബാൻഡ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വിർച്വൽ ലോകത്ത് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യാനും മെനുകളിലൂടെ നീങ്ങാനും ഡിജിറ്റൽ ഉള്ളടക്കങ്ങളുമായി ഇടപഴകാനും സഹായിക്കുന്നു. മേശപ്പുറത്തോ ശരീരഭാഗങ്ങളിലോ വെറുതെ വിരൽ കൊണ്ട് എഴുതുന്ന അക്ഷരങ്ങൾ പോലും തിരിച്ചറിഞ്ഞ് അത് ടെക്സ്റ്റാക്കി മാറ്റാൻ ഈ ബാൻഡിന് കഴിയും. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്പൈനൽ കോഡ് ഇഞ്ചുറികളോ കൈകാലുകൾക്ക് ചലനശേഷി കുറവോ ഉള്ളവർക്ക് ഇത് വളരെ സഹായകമാകും. കാരണം അവർക്ക് വലിയ ചലനങ്ങൾ നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും പേശികളിലെ സൂക്ഷ്മമായ സിഗ്നലുകൾ ഉപയോഗിച്ച് ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ ഇത് വഴിയൊരുക്കുന്നു. മസ്തിഷ്ക ഇംപ്ലാന്റുകൾ പോലുള്ള രീതികളേക്കാൾ എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാം. ആയിരക്കണക്കിന് ഉപയോക്താക്കളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ച് പരിശീലിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകൾ ആണ് ഈ ബാൻഡിന്റെ പ്രവർത്തനത്തിന് പിന്നിൽ. ഇത് വ്യക്തിഗത കാലിബ്രേഷൻ ഇല്ലാതെ തന്നെ വിവിധ ഉപയോക്താക്കൾക്കിടയിൽ പേശി സിഗ്നലുകൾ കൃത്യമായി വ്യാഖ്യാനിക്കാൻ സഹായിക്കുന്നു. മെറ്റ ഈ സാങ്കേതിക വിദ്യയെ ഭാവിയിലെ കമ്പ്യൂട്ടർ ഇടപെടലുകളുടെ അടിസ്ഥാനമായി കാണുന്നു. കീബോർഡുകളും മൗസുകളും ടച്ച് സ്ക്രീനുകളും മാറ്റി പകരം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള സ്വാഭാവിക സിഗ്നലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ലോകം അവർ വിഭാവനം ചെയ്യുന്നു. ഇത് മെറ്റാവേഴ്സിലും മറ്റ് വെർച്വൽ ഓഗ്മെന്റഡ് റിയാലിറ്റി അനുഭവങ്ങളിലും പുതിയ സാധ്യതകൾ തുറന്നുതരും. ഈ സാങ്കേതിക വിദ്യ ഇപ്പോഴും ഗവേഷണ ഘട്ടത്തിലാണ്. എങ്കിലും ഇത് ഭാവിയിൽ നാം സാങ്കേതിക വിദ്യയുമായി സംവദിക്കുന്ന രീതിയെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്.